മുഹമ്മദ് അൻവർ ഷാ ടൈം ഡയലേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റിലേറ്റിവിറ്റി ഈ ഇടയ്ക്ക് നിന്ന് ചില ഭാഗങ്ങളെടുത്ത് വീഡിയോ ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഡിഗ്രി ലെവലിലുള്ള ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഘട്ടമാകുമ്പോൾ റിലേറ്റിവിറ്റി ആദ്യം തൊട്ട് ഞാൻ ചർച്ച ചെയ്യും. എങ്കിലേ അതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബേസ് വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. തൽക്കാലത്തേക്ക് ആ യുവ സുഹൃത്തിൻ്റെ താല്പര്യപ്രകാരം ഞാൻ ടൈം ഡയലേഷൻ മാത്രം ഇന്നൊന്ന് പറയുന്നു. അതിന് പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും നേരത്തെ അറിഞ്ഞിട്ട് വേണമല്ലോ ഇങ്ങോട്ട് കയറാൻ. എങ്കിലും തൽക്കാലത്തേക്ക് ഞാൻ ടൈം ഡയലേഷൻ ചർച്ച ചെയ്യുന്ന ഇങ്ങനെയുള്ള പോസ്റ്റിങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്. അതതിൻ്റെ വഴിയെ വരും. അല്പം വെയിറ്റ് ചെയ്താൽ മതി. റിലേറ്റിവിറ്റി വലിയ താമസമില്ലാതെ ഞാൻ ചർച്ച തുടങ്ങും. അങ്ങനെ ടൈം എന്ന് പറയുന്നത് ഇപ്പോഴും മനുഷ്യനൊരു കീറാമുട്ടിയാണ്. ഇപ്പം ഒക്കുമെങ്കിൽ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. വായന വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റിന്. പ്രത്യേകിച്ച് ഫിക്ഷൻ അതുപോലെ സയൻറ്റിഫിക് ബുക്കുകൾ വായിക്കണം. ഇമാജിനേഷൻ, പവർ ഓഫ് ഇമാജിനേഷനൊക്കെ കൂടും. ഈ ടൈമിനെ പറ്റി രസകരമായൊരു പറച്ചിലുണ്ട്. ടൈം ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് വെൻ നത്തിങ് എൽസ് ഹാപ്പൻസ്. ഉറങ്ങിക്കിടക്കുന്ന ആളിന് സമയബോധമില്ല, പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ എന്തൊക്കെയോ കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടാവും. ഒരു ക്ലോക്കിലെ 2 ടിക്ക് ടിക്ക് ഇതിനിടയ്ക്കുള്ള എന്തോ ഒന്നാ സമയം എന്നൊരു ബോധമേ നമുക്കുള്ളൂ. സമയത്തിന് സബ്ജക്റ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൻപുറത്തുകാരൻ ഭാര്യയോട് പറയുന്നു, എൻ്റെ എടി ഇന്ന് സമയം അങ്ങോട്ട് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിലേറ്റിവിറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത് അറിയാതെ. വളരെ സുഖകരമായ എയർ കണ്ടീഷൻ റൂമിലിരുന്ന് നല്ല മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് 1 hour എന്ന് പറയുന്നതും ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ 1 hourഉം വളരെ വ്യത്യാസമുണ്ട്. സബ്ജക്റ്റീവായിട്ട് സമയം ബിഹേവ് ചെയ്യും. സമയം 1 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെ അല്ല, എല്ലാ അവസ്ഥയിലും ഒരുപോലെ അല്ല. ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റിയിലും ആ സബ്ജക്റ്റിവിറ്റി ഒരളവ് വരെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഈ ടൈം ഐൻസ്റ്റൈൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, അത് ടൈമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നിങ്ങൾ അറിയണമല്ലോ. ഒരു മൂവിങ് ഫ്രെയിമിലെ ടൈം കോർഡിനേറ്റ് T' = ഗാമ × T - Vx/z². എക്സ് എന്ന് പറയുന്ന പൊസിഷനിനെ സ്റ്റേഷനറി ഫ്രെയിം, ഒരു പ്രത്യേക സ്ഥാനം. ടൈം എന്ന് പറയുന്നത് ആ സ്റ്റേഷനറി ഫ്രെയിമിൽ നിൽക്കുന്ന ആളിന് അനുഭവപ്പെടുന്ന സ്റ്റേഷനറി ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട ടൈം കോർഡിനേറ്റ്. ഗാമ എന്ന് പറഞ്ഞാൽ 1/√1 - V²/z², റിലേറ്റിവിസ്റ്റിക് ഫാക്ടർ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് x1 T1 x1 എന്ന് പറയുന്ന സ്റ്റേഷനറി സിസ്റ്റത്തിലെ സ്റ്റേഷനറി ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെ അനങ്ങാതെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലെ പൊസിഷനാണ് x1. ആ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട ടൈമാണ് T1. ഈ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് രേഖപ്പെടുത്തുന്ന സമയം. അതുപോലെ x2 T2. ഈ 2 ടൈം കോർഡിനേറ്റും
മൂവിങ് ഫ്രെയിമുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ആവില്ല. T1' = ഗാമ ഇൻറ്റു T1 മൈനസ് Vx1/z². T2' = ഗാമ ഇൻറ്റു T2 മൈനസ് Vx2/z². എങ്കിൽ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദി ടു ഈവൻസ്, രണ്ട് ഈവൻസ്, ഈ രണ്ട് ഫ്രെയിമും തമ്മിലുള്ള ടൈം ഡിഫറൻസ് T2' മൈനസ് T1' ഈക്വൽസ് ഗാമ ഇൻറ്റു T2 മൈനസ് T1 മൈനസ് V/z² ഇൻറ്റു x2 മൈനസ് x1. ഇതിൽ ഈ T2' മൈനസ് T1' എന്ന് പറഞ്ഞ ടൈം ഡിഫറൻസാണ്. ലെറ്റ് ഇറ്റ് ബി ΔT' ഈക്വൽസ് T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ΔT. അപ്പോൾ ഇത് റിലേഷൻ ഇങ്ങനെ എഴുതാൻ ΔT' ഈക്വൽസ് ഗാമ ഇൻറ്റു ΔT മൈനസ് V/z² ഇൻറ്റു x2 മൈനസ് x1. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേഷനറി ഫ്രെയിമിൽ രണ്ട് സംഭവങ്ങൾ നടന്നതിനിടയ്ക്കുള്ള ടൈം ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ക്ലോക്കിലെ രണ്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസ്, അത് ΔT' റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ആളിന് ΔT' എന്നും മറ്റേ ഫ്രെയിമിൽ നിൽക്കുന്ന ആളിന് ΔT എന്നും അനുഭവപ്പെടും. ഇതിൽ ΔT എന്ന് പറയുന്നത് റിലേറ്റീവായിട്ട് ഈ ക്ലോക്കും ഒബ്സർവ് ചെയ്യുന്ന ആളും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ല എങ്കിൽ അനുഭവപ്പെടുന്ന ടൈം ഡിഫറൻസാണ്. ഇപ്പോൾ ഒരു ഒബ്സർവറും അയാളുടെ കൂടെ ഒരു ക്ലോക്കുമുണ്ട്. ഇവർ തമ്മിൽ റിലേറ്റീവ് മോഷനൊന്നും ഇല്ല എങ്കിൽ അനുഭവപ്പെടുന്ന ടൈം ഡിഫറൻസാണ് ΔT. അതിനെ പ്രോപ്പർ ടൈമെന്നോ ലോക്കൽ ടൈമെന്നോ വിളിക്കും. ΔT' എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ അനുഭവപ്പെടുന്ന ടൈം ഡിഫറൻസാണ്. ഈ ക്ലോക്ക് ഈ ഒബ്സർവറിൽ നിന്നും അകന്നു മാറുകയോ റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുവെങ്കിൽ ഈ ഒബ്സർവർക്ക് നേരത്തെ കണ്ട ടൈം ഡിഫറൻസ് ΔT ആണ്, ഇപ്പോൾ ΔT' ആയിട്ടാണ് തോന്നുക. അതായത് ഭൂമിയിൽ നിൽക്കുന്ന ഒരാളിന് ഒരു ടൈം ഡിഫറൻസ് രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള, അല്ലെ ഒരു ക്ലോക്കിൽ അവൻ്റെ കൂടെ വെച്ചിരിക്കുന്ന, അവൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കിലെ രണ്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസ് ΔT. ഒരു റോക്കറ്റിൽ പോകുന്ന ഒരാൾ, ഹൈ സ്പീഡിൽ റോക്കറ്റിൽ പോകുന്ന ഒരാളിൻ്റെ ക്ലോക്കിലെ ടൈം ഡിഫറൻസ് ΔT'. ഈ ΔT' എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിൽക്കുന്ന ആളിന് അനുഭവപ്പെടുന്ന ടൈം ഡിഫറൻസാണ്. ആ റോക്കറ്റിൽ പോകുന്ന ആളിൻ്റെ കൈവശം ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോക്കിലെ കാണുന്ന സമയം ΔT തന്നെ. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരാളിന് അതിലെ ടൈം ഡിഫറൻസ് ΔT' ആയിട്ടേ തോന്നും. ക്ലോക്കും ആളും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ആണ് ΔT' അനുഭവപ്പെടുക. രണ്ട് ക്ലോക്കും ആ ഒബ്സർവറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ല എങ്കിൽ അനുഭവപ്പെടുന്നതാണ് ΔT. അതാ പ്രോപ്പർ ടൈം. അപ്പോൾ ΔT' എന്ന് പറയുന്നത്, ഇപ്പോൾ റിലേറ്റീവ് മോഷൻ നമ്മളിൽ നിന്നൊരാൾ ഓടി അകലുന്നു, അല്ലെ വെലോസിറ്റി ഉണ്ട്, അയാളിൽ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളും നമ്മൾ ΔT' ടൈം ഡിഫറൻസ് ആയിട്ടാണ് മനസ്സിലാക്കുക. അത് ഹാർട്ട് ബീറ്റ് ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ക്ലോക്കിലെ ടൈം ഡിഫറൻസ് നമ്മൾ കാണുന്ന പോലെ അദ്ദേഹം കാണുക. അപ്പം മിസോൺ ഹൈ സ്പീഡിൽ കോസ്മിക് റേസിൽ ജനറേറ്റഡ് ആവുന്നുണ്ട്, ഹൈ സ്പീഡ്.
ലൈഫ് ടൈം വളരെ കുറവാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളിന് അതിൻ്റെ ലൈഫ് പീരീഡ് കൂടുന്നതായിട്ട് കാണാം. പല സംഭവങ്ങളും ഒരു ഒബ്സർവർക്ക് നീണ്ടു നിൽക്കുന്നതായിട്ട് തോന്നാം. ആ സംഭവം നടന്നു കഴിഞ്ഞിരിക്കാം, പക്ഷെ അത് നീണ്ടു നിൽക്കുന്നതായിട്ട് തോന്നലുണ്ടാവും. അത് ടൈം ഡയലേഷൻ. ഇവിടെ ഇപ്പോൾ ഗാമ എന്ന് പറഞ്ഞ ഒന്നിനൊക്കെ കൂടിയ നമ്പറാണ്. കാരണം 1 - v²/c² ഈസ് ലെസ് ദാൻ 1. അപ്പോൾ 1 a number less than 1 is greater than 1. അപ്പോൾ ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് മീൻസ് ഇതിപ്പോൾ ഡെൽറ്റ ടിയുടെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്താണ് ഇത് നടക്കുന്നതെന്നിരിക്കട്ടെ. x1 = x2 എങ്കിൽ ഡെൽറ്റ ടി ഡാഷ് ഈക്വൽസ് ഗാമ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. സിൻസ് ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഡെൽറ്റ ടി ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി. ഇത് പ്രോപ്പർ ടൈം, ഇത് റിലേറ്റിവിസ്റ്റിക് ടൈം. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി. അതാണ് നമ്മൾ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലെ ക്ലോക്ക് കാണിക്കുന്ന ടൈം ഡിഫറൻസ് ഇങ്ങനെ മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരാളിന് ഇലോങ്ങേറ്റഡ് ആയിട്ട് തോന്നും, ദൈർഘ്യം കൂടിയതായിട്ട് തോന്നും. അതാ ടൈം ഡയലേഷൻ. പക്ഷേ ക്ലോക്കിൻ്റെ കൂടെ പോകുന്ന ഒരാളിന് അത് അനുഭവപ്പെടില്ല. ദാറ്റ്സ് ഓൾ. അതാ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു പോയിൻ്റ്, ഇപ്പോൾ ഈ ഫോർമുല തന്നെ എടുക്കുക. T2 dash minus T1 dash equals gamma into T2 minus T1 minus v/c² into x2 minus x1. ഇപ്പോൾ T1 ഈക്വൽസ് T2 എന്നിരിക്കട്ടെ. ഒരു സൈമൾട്ടേനിയസാണ്. രണ്ട് സംഭവങ്ങൾ രണ്ട് സ്ഥലത്ത് x1 x2 എന്ന് പറയുന്ന രണ്ട് സ്ഥാനങ്ങളിൽ ഒരു രണ്ട് ഈവൻറ്റ്സ് ഒരേ സമയം നടക്കുന്നു. അപ്പോൾ അറ്റ് x1 ആൻഡ് x2 2 events take place at the same time for the stationary observer relative to the events. T1 equals T2. അപ്പോൾ നമുക്ക് T2 മൈനസ് T1 അങ്ങ് 0 ആകും. x1 x2 എന്ന് പറയുന്ന രണ്ട് സ്ഥാനങ്ങളിൽ രണ്ട് സംഭവങ്ങൾ ഒരേ സമയം നടക്കുന്നു. അപ്പോൾ സൈമൾട്ടേനിയസ് ആണെന്ന് പറയും. അതായത് അറ്റ് x1 ആൻഡ് x2 T1 ഈക്വൽസ് T2. അതായത് T2 മൈനസ് T1 0 ആകും. അത് തന്നെ മൂവിങ് ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ T2 ഡാഷ് മൈനസ് T1 ഡാഷ് ഈക്വൽസ് 0 മൈനസ് v²/c² ഇൻറ്റു x2 മൈനസ് x1. ഇത് 0 അല്ലല്ലോ. ഇവിടെ T1 ഡാഷ് ഈക്വൽസ് T2 ഡാഷ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് നോൺ സീറോയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഒരു ഫ്രെയിമിൽ നടക്കുന്ന സംഭവം ആ ഫ്രെയിമുമായിട്ട് റിലേറ്റീവ് മോഷൻ ഇല്ല എങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് തോന്നും. പക്ഷേ ആ ഫ്രെയിമുമായിട്ട് റിലേറ്റീവ് മോഷൻ ഉള്ള ഒരു ഫ്രെയിമിന് അത് സൈമൾട്ടേനിയസ് അല്ല. അപ്പോൾ സൈമൾട്ടേനിയറ്റി എന്ന് പറയുന്നത് റിലേറ്റീവാണ്. മനസ്സിലായല്ലോ? രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരേ സമയം ഒരാൾക്ക് കാണാൻ കഴിയുന്നു. അയാളെ സംബന്ധിച്ച് അത് സൈമൾട്ടേനിയസ്. പക്ഷേ മറ്റൊരു ഫ്രെയിമിൽ നിൽക്കുന്ന ആളിന് സൈമൾട്ടേനിയസ് ആയിട്ട് തോന്നില്ല. ഈ ടൈം ഡയലേഷൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ സൈമൾട്ടേനിയറ്റി റിലേറ്റീവ്. ഒന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് തോന്നും ഒരാൾക്ക്, മറ്റേ ആൾക്ക് അത് തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തലയിൽ നിൽക്കണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ഇനി ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ഈവൻറ്റ്സ് ഒന്ന് മുമ്പിൽ ഒന്ന് താമസിച്ച് നടക്കുക. ഇപ്പോൾ T2, സപ്പോസ് T2 സെക്കൻഡ് ഈവൻറ്റ് ൻ്റെ ടൈം T2 be greater than T1 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് T2 മൈനസ് T1
T2 is greater than T1 എന്ന് പറഞ്ഞാൽ T2 minus T1 is positive. ഇത് ഇക്വേഷനകത്തോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ T2 അങ്ങനെ, അപ്പോൾ അതായത് ഇവിടെ ഒരു ഓർഡറുണ്ട്. T2 ആദ്യം ഫസ്റ്റ് T2 is greater than T1. അപ്പം ഒരു ഫസ്റ്റ് ഈവൻ്റ് ആദ്യം, ഫസ്റ്റ് ഈവൻ്റ് സെക്കൻഡ് ഈവൻ്റ്, ടൈം T2 is greater than T1. ഇതേ ഓർഡർ തന്നെ മൂവിങ് ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട് ആണെങ്കിൽ T2 ഡാഷ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ T1 ഡാഷ്. അങ്ങനെ T2 ഡാഷ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ T1 ഡാഷ് ആയിരിക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇഫ് T2 minus T1 is greater than 0, T2 dash must be greater than T1 dash. ആ ഓർഡർ മാറാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഇത് സംഭവിക്കണമെങ്കിൽ T2 minus T1 minus ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണമെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. That is T2 minus T1 minus V by Z square into X2 minus X1 must be greater than 0. From which X2 minus X1 by T2 minus T1 must be less than C square by V square. Inequality. ഇപ്പോൾ V equal C എന്ന് എടുത്തു കഴിഞ്ഞാൽ C square by C. Or from which നമുക്ക് മനസ്സിലാക്കാം X2 minus X1 by T2 minus T1 must be less than C. ഇതൊരു വെലോസിറ്റി ഫാക്ടറാണ്. അപ്പം സിഗ്നല് ലൈറ്റിൻ്റെ വെലോസിറ്റിയൊക്കെ കുറഞ്ഞ സ്പീഡിൽ ആ സിഗ്നൽ വിടുന്നതെങ്കിൽ നമുക്ക് ഈ ഓർഡർ ഓഫ് ദി ഈവൻസിന് മാറ്റം ഉണ്ടാവില്ല. ഒരു ഫ്രെയിമിൽ ഓർഡർ ഫസ്റ്റ് നടക്കുന്ന ഈവൻസിൻ്റെ ഓർഡർ തന്നെ മറ്റേ ഫ്രെയിമിൽ നിൽക്കുന്ന ആളിനും അനുഭവപ്പെടും, പ്രൊവൈഡഡ് സിഗ്നൽ ഈസ് സെൻറ്റ് അറ്റ് എ വെലോസിറ്റി ലെസ് ദാൻ ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. അല്ലെങ്കിൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന ഹയസ്റ്റ് സ്പീഡ് ഇഫ് ദി റിവേഴ്സൽ ഈസ് നോട്ട് ടു ടേക്ക് പ്ലേസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. അല്ലെങ്കിൽ velocity of light is the limiting speed of light, speed of a signal. Limiting speed of a signal is the speed of light if reversal of order is not to take place. Order of the events. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഔട്ടർ സ്പേസിലേക്ക് ഒരു ആളിനെ വിട്ടു, ട്വിൻസിനെ വിട്ട കഥ, ട്വിൻ പാരഡോക്സ് കേട്ടിട്ടുണ്ട്. അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇവിടെ നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിൽക്കുന്ന ട്വിന്നിന്, ഭൂമിയിൽ നിൽക്കുന്ന ട്വിന്നിന് ബഹിരാകാശത്തേക്ക് പോയ ട്വിന്നിൻ്റെ ഹാർട്ട് ബീറ്റ് സ്ലോവറായിട്ട് അനുഭവപ്പെടുത്തുള്ളൂ, പതുക്കെ. അപ്പോൾ അവൻ്റെ ആയുസ് കൂടുന്നതായിട്ട് ഇവന് തോന്നും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബീറ്റ് നോർമൽ. അപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരാൾ മൂവിങ് ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ടൈം ഡയലേറ്റഡ് ആയിട്ട് ഇദ്ദേഹത്തിന് തോന്നും. ഇതാ ടൈം ഡയലേഷൻ. അപ്പോൾ ടൈം മെഷറിങ് ഇൻസ്ട്രുമെൻറ്റും ഒബ്സർവറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ time dilation ഉണ്ട്. If there is no relative motion between the timer and the observer, there is no time dilation. ഇത് കൂടുതൽ വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ റിലേറ്റിവിറ്റി പോസ്റ്റിങ്സ് ആദ്യം തൊട്ട് എടുക്കുമ്പോഴേ ശരിയാവൂ. തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് ക്ഷമിക്കുക. താങ്ക് യു.